Hi guys, welcome back to the channel. Today we will be dealing with a discounted cash flow method. And before that, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു ലെക്ചറിൽ പേ ബാക്ക് പീരീഡ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തതിൽ അതിൽ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മിസ്റ്റേക്ക് ബേസ് ചെയ്ത് തന്നെയായിരുന്നു ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അവിടെ കാൽക്കുലേഷൻ്റെ അകത്ത് വന്ന എറർ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആൻഡ് സോറി ഫോർ ദ മിസ്റ്റേക്ക്. പ്ലീസ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഈ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആ എറർ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. സോ നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലോട്ടേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഈസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്? Discounted cash flow is a valuation method used to estimate the value of an investment based on its എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അതായത് ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വാല്യൂ എസ്റ്റിമേഷൻ നടത്തുന്നത്? ഫ്യൂച്ചറിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. സോ discounted cash flow is the valuation method which is used to estimate the value of an investment based on its expected future cash flows. Then, discounted cash flow analysis attempts to figure out the value of an investment today based on the projections of how much money it will generate in the future. അതായത് ഈ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ അനാലിസിസ് കൂടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ടിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചറിൽ എത്രത്തോളം നമുക്ക് മണി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ന് നമ്മളൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആ ഒരു 100 രൂപയിൽ വരുന്ന ക്യാഷ് ഫ്ലോസ് ആണ് നമ്മുടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിഗർ ഔട്ട് ദ വാല്യൂ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടുഡേ. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഫിഗർ ചെയ്തിരിക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഫിഗർ ചെയ്തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ദ പ്രൊജക്ഷൻസ് ഓഫ് ഹൗ മച്ച് മണി ഇറ്റ് വിൽ ജനറേറ്റ് ഇൻ ദ ഫ്യൂച്ചറിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണി എത്രത്തോളം നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രോഫിറ്റ് തരും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അത് ഒന്നും കൂടി ഞാൻ പറയുകയാണ്, കുറച്ച് ട്രിക്കിയാണ് ഇത് മനസ്സിലാക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ 100 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമ്മൾ ഇയർ 1 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അടുത്ത 5 വർഷത്തിന് ശേഷം ഈ 100 രൂപയിൽ നിന്ന് നമുക്കുണ്ടായിരിക്കുന്ന ഫ്യൂച്ചർ മണി എന്തോരമാണ്, അതാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അതാണ് വാല്യൂ ഓഫ് ദ പെർട്ടിക്കുലർ മണി വിച്ച് വി ഇൻവെസ്റ്റ് ടുഡേ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 100 രൂപ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ആ 100 രൂപയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻക്രീസ്ഡ് മണി, അതാണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് അപ്ലൈസ് ടു ദ ഡിസിഷൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ കമ്പനീസ് ഓർ സെക്യൂരിറ്റീസ് സച്ച് as acquiring a company, investing in technology startup or buying a stock, or for business owners and managers looking to make capital budgeting or operating expenditure decisions such as opening a new factory or purchasing or leasing a new equipment. ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്പനി അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയോ, അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കുന്നതിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഡിസിഷൻസ് എടുക്കുന്നത് ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ നമുക്കിതിൽ പ്രോഫിറ്റബിൾ ആകുമോ? ആ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണോ നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്നത്? അതായത് നമുക്ക് ഒരു നെക്സ്റ്റ് ഇയറിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് ഒരു അഡീഷണൽ പ്രോഫിറ്റ് നമുക്ക് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 100 രൂപയിൽ നിന്ന് ലഭിക്കൂ? അങ്ങനെയുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻസൊക്കെ ഈ ഓൺട്രപ്രനേഴ്സും അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കമ്പനീസൊക്കെ എടുക്കുന്നത് ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ബേസിസിൽ ആണ്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ.
ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഹെൽപ്സ് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ യൂസ് ചെയ്തിട്ട്. സോ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഇസ് അറൈവ്ഡ് അറ്റ് ബൈ യൂസിങ് ഡിസ്കൗണ്ട് റേറ്റ് ടു കാൽക്കുലേറ്റ് ദ DCF. അതായത് ഇന്ന് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 100 രൂപ 5 വർഷം കഴിയുമ്പോൾ 500 രൂപയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 500 രൂപയുടെ എന്താണ് ഇന്നത്തെ വാല്യൂ ആണ് 100 രൂപ. മനസ്സിലായോ? അതായത് ഇപ്പം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ, പണ്ടത്തെ നമ്മുടെ കാലത്തിലൊക്കെ പണ്ട് നമ്മുടെ വീട്ടുകാരുടെ ഒക്കെ അല്ലെങ്കിൽ ഭയങ്കര പഴയ ജനറേഷൻ്റെയൊക്കെ ഒരു 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അതിനൊരു 15-20 ലക്ഷം രൂപയുടെ മൂല്യമുണ്ട് അല്ലേ? സോ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കേണ്ടത്. ഇന്ന് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലും കൂടുതലായിരിക്കും. അതായത് ഇന്ന് നമ്മൾ 5 വർഷത്തിന് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ 5 വർഷത്തിനൊക്കെ 2 കിലോ 3 കിലോ സ്വർണ്ണം 5 ലക്ഷം രൂപയ്ക്കൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അല്ലേ? ഇന്നത് സാധിക്കുമോ? ഇല്ല. അതിന് കാരണം എന്താണ്? വാല്യൂ മാറുന്നതാണ്. സോ ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം 100 രൂപയ്ക്ക് ഇന്ന് ഉണ്ടാകുന്ന വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 5 വർഷം കഴിയുമ്പോൾ 500 രൂപയ്ക്ക് ഉണ്ടാകുന്ന വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ if the discounted cash flow is above the current cost of investment, the opportunity could result in positive return. അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഉള്ള കറൻറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് റിട്ടേൺ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, കമ്പനീസ് ടിപ്പിക്കലി യൂസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ദ ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റിന് വേണ്ടിയിട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അതിന് കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫ്യൂച്ചറിൽ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണും കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നതിനാലാണ്. പക്ഷേ ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് റിലൈസ് ഓൺ ദ എസ്റ്റിമേഷൻസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് വിച്ച് കുഡ് പ്രൂവ് ഇനാക്യുറേറ്റ്. അതായത് നമുക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ മുഴുവൻ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിൽ ഈ ഒരു പൈസയ്ക്ക് വരുന്ന മാറ്റം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ചേഞ്ചിനെയാണ്. പക്ഷേ അത് ഇന്നാക്യുറേറ്റ് ആകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മനസ്സിലായോ? അതായത് ഇപ്പം ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 100 രൂപയ്ക്ക് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് മൂല്യം കുറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അതേസമയം അതിന് മൂല്യം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ 500 രൂപയുടെ മൂല്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവാണ്. അതുപോലെ തന്നെ അതൊരു 50 രൂപയുടെ മൂല്യമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് റിട്ടേൺസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. ഇത് ഞാൻ ഇനി വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ട്രിക്കി ആയിട്ട് ഇത് ഫീൽ ചെയ്യത്തുള്ളൂ. സോ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മൂവിങ് ഓൺ. Discounted cash flow. How discounted cash flow works. The purpose of discounted cash flow analysis is to estimate the money of an investor would receive from an investment adjusted for the time value of money. നമ്മളിവിടെ ടൈം വാല്യൂ ഓഫ് മണിയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് ഒരു വ്യക്തി ഒരു നിശ്ചിത രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഈ ഒരു വർഷം ഇനി അടുത്ത 5 വർഷത്തിൽ അയാളുടെ ആ ഒരു പെർട്ടിക്കുലർ രൂപയുടെ ടൈം വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ഇൻക്രീസ് ചെയ്താൽ അയാൾക്ക് പോസിറ്റീവ് റിട്ടേൺ, അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നെഗറ്റീവ് റിട്ടേൺ. ദ ടൈം വാല്യൂ ഓഫ് മണി അസ്യൂംസ് ദാറ്റ് $1 ടുഡേ ഈസ് വർത്ത് മോർ ദാൻ $1 ടുമോറോ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റഡ്. അതായത് ഇതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ $1 എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും നാളത്തെ $1 മൂല്യമുള്ളത് എന്നുള്ളതാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ 1 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും നാളത്തെ 10 രൂപേനേക്കാളും മൂല്യമുള്ളത് എന്നുള്ളതായിരിക്കും ഇതിനകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇന്ന് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളത്തെ ഒരു 500 രൂപയുടെ മൂല്യം അതിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ 100 രൂപയ്ക്കാണ് മൂല്യം കൂടുതൽ എന്നുള്ളതാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയായിരുന്നെങ്കിൽ ഒരു 1900 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക്
5 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു 5 ലക്ഷം രൂപ നമ്മൾ ഇന്ന് എടുക്കുമ്പോഴത്തേക്കും അന്ന് നമ്മൾ ആ 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സാധനങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ 5 ലക്ഷം രൂപയ്ക്ക് മേടിക്കാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് ടൈം വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മണി ഡിക്രീസ്ഡ്. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. അപ്പം കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, then as such discounted cash flow analysis is appropriate in any situation wherein a person is paying money in the present with the expectations of receiving more money in future. അതായത് നമ്മൾ ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇന്നൊരു വ്യക്തി 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിൽ അയാൾക്ക് ഈ 100 രൂപേനേക്കാളും അധികം പൈസ അയാളുടെ കയ്യിൽ വരും എന്നുള്ളതാണ്. അതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോർ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അസ്യൂമിങ് എ 5% annual interest rate, $1 is in a savings account will be worth $1.05 in an year. അതായത് എന്താണ്, ഇന്ന് നമ്മൾ $1 നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലിട്ടു. അതിന് നമുക്ക് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 5% എന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡോളറിൻ്റെ മൂല്യം എന്ന് പറഞ്ഞിരിക്കുന്നത് $0.05 ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സിമിലർലി ഇഫ് $1 പേയ്മെൻറ്റ് ഇസ് ഡിലൈഡ് ഫോർ എ ഇയർ, ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ ഈസ് 95 cents ബിക്കോസ് യു കനോട്ട് ട്രാൻസ്ഫർ ഇറ്റ് ടു യുവർ സേവിങ്സ് അക്കൗണ്ട് ടു ഏൺ ഇൻട്രസ്റ്റ്. അതായത് ഇപ്പം നമുക്ക് ആ $1 ഇന്ന് എന്താ സംഭവിക്കുക, നമ്മൾ ആ $1 ആ സമയത്ത് ഇട്ടില്ല, അല്ലെങ്കിൽ ആ $1 നമ്മൾ ആ ഒരു ഇയറിൽ നമുക്ക് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കിട്ടുന്ന ആ ഒരു ഇയറിൽ നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 5% കുറഞ്ഞിട്ടുള്ളതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 95 cents. ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയിൽ നമ്മൾ ഇന്നൊരു രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടി കൂടുതൽ ആ പൈസയിൽ നിന്ന് നമുക്ക് ഏർണിംഗ് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ $1 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ് എന്ന് വിചാരിക്കുക. ആ ഡോളറിന് ആനുവലി 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് കിട്ടാൻ പോകുന്നത് $1.05 ആയിരിക്കും. ഓക്കെ, അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതേസമയം നമ്മൾ ഈ വർഷം ആ $1 നമ്മൾ ഈ 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്ന ആ ഒരു ഇയർ ഉണ്ടല്ലോ, ആ ഇയറിൽ നമ്മൾ ഈ $1 ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു 5% ആ മൂല്യം നമുക്ക് കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ആ $1 നമുക്ക് കിട്ടേണ്ട ആ ഒരു മൂല്യം കുറയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് $1 പേയ്മെൻറ്റ് ഇസ് delayed for a year, its present value is 95 cents. അതായത് നമുക്ക് ആ ഒരു 5% കുറഞ്ഞിട്ട് 95 cents ആയിട്ട് അത് നമുക്ക് കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക. ഞാനിത് കുറച്ചും കൂടി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഡിലേ ആകുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിത് വീണ്ടും ട്രിക്കി ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് മൂവിങ് ഓൺ. ഓക്കെ, discounted cash flow analysis finds a present value of expected future cash flow using discount rate. ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ യൂസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി ടു ഡിറ്റർമൈൻ വെദർ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എ പ്രൊജക്റ്റ് ആർ ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ദ വാല്യൂ ഓഫ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രധാനമായിട്ട് അവർ ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ഇന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു എമൗണ്ട് ആ എമൗണ്ടിനേക്കാളും കൂടുതലാണോ കുറവാണോ അവർക്ക് വരും കാലത്ത് ലഭിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ വാല്യൂ കാൽക്കുലേറ്റഡ് ത്രൂ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഈസ് ഹയർ ദാൻ ദ കറൻറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി കൺസിഡേർഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അത് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താണ്, ഫ്യൂച്ചറിൽ അത്രയും മൂല്യമുള്ള പൈസയാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം എന്താണ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ പകുതി അല്ലെങ്കിൽ 50 രൂപയാണ് നമുക്ക് ഒരു ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യണോ? വേണ്ട, അത് കൺസിഡർ ചെയ്യരുത്. നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിട്ടേൺസ് ആണ് ലഭിക്കുന്നത്. അതേസമയം ആ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ 100 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 500 രൂപയായിട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് 5 ഇരട്ടിയാണ് കിട്ടുന്നത്. ദാറ്റ് ഓപ്പർച്യൂണിറ്റി വി ഷുഡ് ബി കൺസിഡറിങ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
സോ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, അബൌട്ട് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആൻഡ് എൻഡിങ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്യുപ്മെൻറ്റ് ഓർ അതർ അസറ്റ്. ദ ഇൻവെസ്റ്റർ മസ്റ്റ് ഓൾസോ ഡിറ്റർമൈൻ ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഫോർ the discount cash flow model, which will vary depending upon the project or investment under consideration, such as the company or investor's risk profile and the conditions of the capital market. If the investor cannot access the future cash flow or the project is very complex, discounted cash flow will not have much value and alternative models should be employed. അതായത് നമ്മൾ ഓൾറെഡി കുറച്ച് മുൻപേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻവെസ്റ്ററിന് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ അസസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് വളരെ കോംപ്ലക്സ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റ് ഓൾട്ടർനേറ്റീവ് മോഡൽസ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, മൂവിങ് ഓൺ. ഇതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയുടെ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു CF1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ് ടു 1 പ്ലസ് CF2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ഹോൾ റേസ് ടു 2 പ്ലസ് അപ് ടു CFN ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ഹോൾ റേസ് ടു N. ഇനി ഇതെന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇനി ഇതിൽ CF എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഫ്ലോ ഇൻ ദ പീരീഡാണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. N എന്ന് പറഞ്ഞിരിക്കുന്നത് പീരിയഡ് നമ്പറാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കി, ഈ CF എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഫ്ലോ ആണ്, ഇത് ക്യാഷ് ഫ്ലോ ആണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. N എന്ന് പറഞ്ഞിരിക്കുന്നത് പീരിയഡ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതൊക്കെ എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോമിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്യാഷ് ഫ്ലോ എന്താണെന്നാണ് നോക്കുന്നത്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ നെറ്റ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റർ റിസീവ്സ് ഇൻ എ ഗീവൻ പീരീഡ് ഫോർ ഓവിങ് എ ഗീവൻ സെക്യൂരിറ്റി. ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ഷെയർ എന്തെങ്കിലും അയാൾ കൊടുക്കുന്നത് വഴി അയാൾക്ക് ലഭിക്കുന്ന നെറ്റ് ക്യാഷ് പേയ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ ഈസ് ദ നെറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റർ റിസീവ്സ് ഇൻ എ ഗീവൻ പീരീഡ് ഫോർ ഓവിങ് എ ഗീവൻ സെക്യൂരിറ്റി. അതായത് വെൻ ബിൽഡിംഗ് എ ഫിനാൻഷ്യൽ മോഡൽ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ മോഡൽ നമ്മൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവരുടെ അൺലെവേർഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ആണ്. വെൻ വാല്യൂവിങ് എ ബോണ്ട് ദ ക്യാഷ് ഫ്ലോ വുഡ് ബി ദ ഇൻട്രസ്റ്റ് ആൻഡ് ഓർ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ്സ്. അതായത് നമ്മളൊരു ബോണ്ട് വാല്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് എന്താണെന്ന് നോക്കാം. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ബോണ്ട് എന്താണെങ്കിലും നമ്മളത് ഓവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇൻവെസ്റ്ററിന് ലഭിക്കുന്ന ക്യാഷ് പേയ്മെൻറ്റ്, നെറ്റ് ക്യാഷ് പേയ്മെൻറ്റിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്, ക്യാഷ് ഫ്ലോ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ ബിസിനസ് വാല്യുവേഷൻ പ്രോസസ് ഡിസ്കൗണ്ട് റേറ്റ് ഇസ് ടിപ്പിക്കലി എ ഫേംസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ് വാല്യുവേഷനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫേമിൻ്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. Okay, so investors use this weighted average cost of capital because it represents the required rate of return that the investor expected from investing in the company. So എന്താണ്, ഈ ഒരു വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനിയിൽ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അയാൾക്ക് എത്രത്തോളം അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സഹായിക്കും. ഫോർ എ ബോണ്ട് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ദ സെക്യൂരിറ്റി. ഇപ്പോൾ ഒരു ബോണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അതിനകത്തുള്ള ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് പീരിയഡ് നമ്പറാണ്. ഈച്ച് ക്യാഷ് ഫ്ലോ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ് ഓരോ ക്യാഷ് ഫ്ലോസിനും ഉണ്ടായിരിക്കും. ഇപ്പോൾ കോമൺ ടൈം പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇയേഴ്സ് ആയിരിക്കും, ക്വാർട്ടേഴ്സ് ആയിരിക്കും, മന്തുകളായിരിക്കും. ദ ടൈം പീരീഡ് മേ ബി ഈക്വൽ ഓർ ദേ മേ ബി ഡിഫറെൻറ്റ്. ടൈം പീരീഡ്സ് ഈക്വൽ ആകാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആകാം. അത് നമുക്ക് ഇയർ ആകാം, മന്ത് ആകാം, വീക്സ് ആകാം, എന്തും ആകാം. ഓക്കെ, ഇഫ് ദേ ആർ ഡിഫറെൻറ്റ് ദേ ആർ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ഇയർ. പക്ഷെ നമ്മൾ അത് എല്ലാം ഇപ്പോൾ N എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ടൈം പീരീഡ് വെച്ചിട്ടാണല്ലോ പറയുന്നത്. സോ നമ്മൾ അതെല്ലാം ഒരു ഇയറിൻ്റെ കണക്കിലാണ് നമ്മളത് എഴുതുന്നത്. അതായത് ഇപ്പം എന്താണ് 6 months എന്ന് പറഞ്ഞിരിക്കുന്നത് ഹാഫ് ഇയർ, അങ്ങനെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മളിപ്പോൾ മന്തുകളായാലും ക്വാർട്ടേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇയറിൻ്റെ ടേംസിൽ വേണം പീരിയഡിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ,
അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബോണ്ട്, സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതൊരു ഇൻവെസ്റ്റർ ഓവ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന നെറ്റ് പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഒരു ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർ എ ബോണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും അയാളുടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വർഷത്തേക്കാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ടൈം പീരീഡ് ആണത് കാണിക്കുന്നത്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇയറിൻ്റെ ടേംസിലായിരിക്കും. ദെൻ വാട്ട് ഈസ് ദിസ് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ഫോർമുല യൂസ്ഡ് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് റെപ്രസെൻറ്റ്സ് വാല്യൂ ആൻഡ് ഇൻവെസ്റ്റർ വുഡ് ബി വില്ലിംഗ് ടു പേ ഫോർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിന് എത്രത്തോളം വാല്യൂ ഒരു ഇൻവെസ്റ്റർ അതിൽ നിക്ഷേപിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ ഫോർമുലയുടെ എക്സാമ്പിൾസ് ആണ്. ഒരു ബിസിനസ്സിൻ്റെ വാല്യൂബിലിറ്റി നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രൊജക്റ്റിൻ്റെ വാല്യൂ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ബോണ്ടിൻ്റെ വാല്യൂ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ നോക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു പ്രോപ്പർട്ടിയുടെ ഇൻകം പ്രൊഡ്യൂസിങ് വാല്യൂ നോക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ടു വാല്യൂ ദ ബെനിഫിറ്റ് ഓഫ് എ കോസ്റ്റ് സേവിങ് ഇനിഷ്യേറ്റീവ്, ഒരു കമ്പനിയുടെ കോസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ടു വാല്യൂ എനിത്തിങ് ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ അതിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. സോ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. അൾട്ടിമേറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് ദിസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു അസറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ്. ഓക്കെ, വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഒപ്പോസിറ്റ് ടു എ വെറൈറ്റി ഓഫ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. Then, at a minimum, an asset analysis should always include a review of discounted cash flow or even other valuation methods are being used as well. മറ്റു മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഒരു അസറ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. There are several concerns with using this discounted cash flow method, not least of which is difficulty of deriving accurate estimates. അതായത് നമുക്ക് ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിലൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്സ് കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് പാടാണ്. ഓക്കെ, എ പേഴ്സൺ കണ്ടക്ടിങ് ദ അനാലിസിസ് മൈറ്റ് എസ്റ്റിമേറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ടു ഹൈ ഓർ ടു ലോ ഓർ may not use valid ഡിസ്കൗണ്ട് റേറ്റ്. ചിലപ്പോൾ ഒരു പേഴ്സൺ നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, അയാളൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് റേറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നാക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതിൽ നമുക്ക് കൂടുതലായിട്ടാണ് വാല്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റിയാണ്. അതേസമയം നമുക്ക് കുറവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ അതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.